ഹലോ, അപ്പൊ ഞങ്ങൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് എല്ലാവരും സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. കാര്യം ഇത് ഞങ്ങളുടെ സർപ്രൈസ് ഞങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് അതാണ് അതിന്റെ കോമഡി. അതെ, അപ്പൊ ഞങ്ങള് ഇന്ന് ശ്രീയുടെ ബർത്ത്ഡേ ആണ്. പതിപോലെ ശ്രീക്ക് സർപ്രൈസ് കണ്ടുപിടിക്കാൻ പോയിരിക്കുന്ന ആൾ വിളിക്കുന്നു. എന്റെ ദൈവമേ. ഹലോ. അതെ, ആ സർപ്രൈസും ചീറ്റിയിരിക്കുകയാണ്. ശ്രീയുടെ ബർത്ത്ഡേ ശ്രീക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ കുറച്ചും കൂടെ സമയമുണ്ട്. ഇന്ന് എനിക്ക് ഷൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെയോ ഇന്നലെ രാത്രിയിലോ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെയൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, ശിവരാത്രി ഉത്സവമൊക്കെ അല്ലേ, അതെ കഥകളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. സർപ്രൈസ് കൊടുക്കാൻ ആരെ തിരഞ്ഞെടുക്കും എന്ന് വിചാരിച്ചപ്പോൾ പതിവ് പോലെ ശ്രീയുടെ ഫ്രണ്ട് അച്ഛലിനെ ഞാൻ ഏൽപ്പിച്ചു. അത് പാളിപ്പോയി. പിന്നെ തൃശ്ശൂരിൽ നിന്ന് സുനിൽ സുഗതയെ ഇറക്കിയിരിക്കുകയാണ് ഞങ്ങൾ കളത്തിലേക്ക്. പിന്നെ സുനിലേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് സർപ്രൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്തും സംഭവിക്കും. നമ്മൾ ഇനി വെട്ടത്ത് നിന്നാൽ ചിലപ്പോൾ നമുക്ക് സർപ്രൈസ് ആകും. അതെ, എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഇനി അതിനുള്ള ഹലോ, വാ ഇവിടെ ഓടി വാടാ. അടുത്ത സർപ്രൈസ്. പാവം എത്രയോ മണിക്കൂറുകളായിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ശ്രീയുടെയും ഫ്രണ്ടാണ്, ഞങ്ങളുടെ ഫ്രണ്ടാണ് ഡോക്ടർ സച്ചിൻ. ഡെന്റിസ്റ്റ് ആണ് കേട്ടോ. അതെ, നമ്മുടെ ഫ്രണ്ട് അല്ലേ, ഡെന്റിസ്റ്റ് ആണ്. നിന്റെ പല്ല് വേണേ കാണിച്ചോ. ഇനിയിപ്പോ 100 കുറ്റം ഉണ്ടാവും അവളുടെ പല്ലിന്. 8:30 ഇവിടെ എത്തണം, 8:30 മുന്നേ ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 8:10 എന്തായാലും എടാ, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടാ വരുന്നേ, അത് നീ ഓർക്കണം. ഇത് കണ്ടോ, ഇത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കേക്ക് മുറിച്ച് സർപ്രൈസ് ആക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നേറുകയാണ്. പിന്നെ ശ്രീനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ ആഘോഷം തന്നെയായിരുന്നു. അതെ, കാര്യം എനിക്ക് തോന്നുന്നു ശ്രീ എൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത്. ബർത്ത്ഡേ മാത്രമല്ല, ഓണം വിഷു ഒക്കെ എൻ്റെ കൂടെ കൂടിയ പിന്നെയാണ് ഇങ്ങനെ ആഘോഷങ്ങളിലേക്ക് പുള്ളി എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം, വരൂ. എഴുതിയത് കാണിക്കേ. ഹാപ്പി ബർത്ത്ഡേ ശ്രീ. കാണുന്നുണ്ടോ വല്ലതും? എല്ലാം ഒരു മുഖമായ മണം. ചേട്ടന് കാപ്പിക്കുരു ഇഷ്ടമായതുകൊണ്ട് കാപ്പിക്കുരുവിന്റെ നിറത്തിലുള്ളത് ഞാൻ എടുത്തതാണ്. കേക്കിന്റെ ടേസ്റ്റ് ഞാൻ നേരത്തെ നോക്കി, കൊള്ളാം. ഇപ്പൊ നക്കി നോക്കിയ ചേച്ചി, കൊള്ളാം. ഓ യാ, ഞങ്ങളുടെ OCD കുട്ടനാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞു. ഇവന്റിന് വിളിക്കണം. എന്റെ അല്ല കേട്ടോ പ്ലാൻ. ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഇവന്റ് പ്ലാനർ സ്നേഹ ശ്രീകുമാറാണ്, ഓസ്കി ഇവന്റ്സ്. ഫോട്ടോഗ്രാഫർ എത്തിയിരിക്കുകയാണ്. ഉമേഷ് ചേട്ടനും വൈഫും നമ്മൾ ഏറ്റവും ബഹുമാനത്തോടു കൂടി അവരെ സ്വീകരിക്കാൻ പോവുകയാണ്. ഏറ്റവും ബഹുമാനത്തോടു കൂടി ഞാൻ സ്വീകരിക്കുകയാണ്. ഇത് തുറക്കൂലേ? വാ, നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വന്നവരാ, ഒളിച്ചിരിക്കണം. വാ, ഇനി എല്ലാവരും ഇതിനുള്ളിൽ കയറാം. ഈ ഡിക്കി എങ്ങനെ തുറക്കും? സച്ചിൻ പുറത്തിറങ്ങിയാലല്ലേ തുറക്കാൻ പറ്റും. ശരിയാ. Happy birthday to you. Happy birthday. സത്യം പറയണം, ഇന്ന് ബർത്ത്ഡേ ആണെന്ന് അറിയായിരുന്നു. പിന്നെ ഡേറ്റ് ആണ്. പക്ഷേ ഈ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി ഞാൻ സുനിലേട്ടനെ അഭിനന്ദിക്കുന്നു. വളരെ നന്നായി സർപ്രൈസിൽ അഭിനയിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു നാടകമായിരുന്നു. അതെ, ഞങ്ങൾ തമ്മിലുള്ള ഒരു നാടകമായിരുന്നു ഇത്. നാടകം. ഇതിൽ വേറൊരു കഥാപാത്രം കൂടി ഉണ്ട്. വരൂ മിസ്റ്റർ അച്ഛൻ.
അച്ഛൻ അതെ ഇതിന് കളമൊരുക്കിയത് മിസ്റ്റർ മുട്ടത്തി. അതെ മുട്ടത്തേണ് അതിവിദഗ്ധമായി കാറ് കയറ്റി കൊണ്ടുവന്നത്. ആ വരൂ വാ. നിങ്ങൾ കളിച്ചൊരു നാടകം. ശരി, അപ്പൊ നമുക്കിനി കേക്ക് മുറിക്കാം. എന്നാ അത് നമുക്ക് വെളിയിലോട്ട് എടുക്കാം. ആ ഓക്കെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ഊത്. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ശ്രീ. ഹാപ്പി ബർത്ത്ഡേ ടു യു. മണിക്കൂറായിട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അതല്ലേ. അങ്ങനെ ഞങ്ങളുടെ സർപ്രൈസ് വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും വീണ്ടും സർപ്രൈസുകൾ. ഇനി ബർത്ത്ഡേ ദിനത്തിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അതെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സർപ്രൈസിനെ കുറിച്ച് അല്ലേ ശ്രുതി? എനിക്ക് താമസിയാതെ ഇതേ വയസ്സല്ല അപ്പൊ ഞങ്ങൾ വരും. അതെ, അതിലെനിക്ക് ഡൗട്ട് ഇല്ല ചേട്ടാ. കാരണം പാപിയെ ദൈവം പല പോലെ വളർത്തുന്നുള്ളതാണ്. 100 വരെ ഞാൻ കണക്ക് കൂട്ടുന്നുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ ഇനി കേക്കിനെ പറ്റി ചേട്ടൻ സൂപ്പർ കേക്കാണ് ഇത്. ഞാൻ എന്റെ സെലക്ഷൻ ആണ്. കട്ട് എന്റെ സെലക്ഷൻ ആണ്. ചേട്ടന് ഇഷ്ടപ്പെട്ടത് ഫ്ലേവർ ഇതായിരിക്കും. കോഫി കാപ്പിക്കൂരി കഴിക്കുന്ന ചേട്ടന് ജർമ്മൻ കോഫിയുടെ കട്ടെ. അപ്പൊ താങ്ക് യു സച്ചിൻ. എല്ലാവർക്കും കേട്ടാ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓക്കേ, ഒട്ടും പ്രതീക്ഷിക്കാതെ സുല്ലേട്ടൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന പ്രതീക്ഷിച്ചില്ലല്ലോ. അതാണ് റിസ്കുകൾ എടുത്ത് വഴിയറിയാതെ പോയി. വഴിയില്ലാതെ അവസാനം ബർത്ത്ഡേ ആഘോഷിച്ചു. അതെ, ഇനി ഞാൻ സ്റ്റാറ്റസ് ഇടാലോ അല്ലേ? ഇനി കട്ട് ചെയ്യാം. ഇനി ഞങ്ങൾ കട്ട് ചെയ്യട്ടെ. കേതാ ഭയങ്കര പ്ലാനിങ്. പാവം സുല്ലേട്ടൻ എപ്പോഴോ പോണ്ട. സച്ചിനാണ് സച്ചിൻ ഡോക്ടറാണ്. ഹാപ്പി ബർത്ത്ഡേ കൊടുത്തോ സച്ചിൻ. കേക്ക് കഴിക്കുന്നില്ല. ജിമ്മാണ്. ഞങ്ങൾ ഈ ജിമ്മുകാരൊന്നും ഇതൊന്നും കഴിക്കാറില്ല. അതും ജിമ്മാണ്, പക്ഷെ കുഴപ്പമില്ല, വല്ലപ്പോഴും കഴിക്കാം. എനിക്കൊരു ലക്ഷം കൂടി തരും, ഞാൻ ഡയറ്റില്ല. ആന ഉമേഷ് ആന.
വേണ്ട പേടിക്കണ്ട, അത് പോട്ടെ, സാരമില്ല, നമ്മ വേറെ എടുക്കാം. കൊള്ളാം നല്ല നല്ല കച്ചവടം. ഗൈസ്, സ്നേഹ ചേച്ചിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ദൈവത്തെ ഓർത്ത് എൻ്റെ കടയിൽ വന്ന് വാങ്ങേണ്ടതാണ്. നമുക്ക് നല്ല കച്ചവടമുണ്ട്. പെർഫ്യൂം പ്രൊജക്റ്റ് എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര്. അപ്പം ഞാൻ തന്നെയാണ് അതിൻ്റെ മുതലാളി, ഞാൻ തന്നെയാണ് അതിൻ്റെ തൊഴിലാളി. അപ്പോൾ അതുകൊണ്ട് എല്ലാ വേഷങ്ങളും ഞാൻ അവിടെ ഏറ്റെടുക്കുന്നുണ്ട്. നമുക്ക് 10 ഫ്രാഗ്രൻസ് ഉണ്ട്, 10ഉം ഞാൻ തന്നെ കൈകൊണ്ടുണ്ടാക്കുന്നതാണ്. നല്ല സെയിൽസ് ഉണ്ട്. നമുക്കിപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നമുക്ക് ആൻഡമാൻ നിക്കോബാറിൽ നിന്നൊക്കെ ഉണ്ട് ക്ലയൻസ് ഉണ്ട്. യെസ്, ആൻഡമാൻ നിക്കോബാർ, മഹാരാഷ്ട്ര, മുംബൈ എന്നൊക്കെ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ മലയാളികളായ നമ്മൾ വാങ്ങിക്കരുത് മോശമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാം വാങ്ങിക്കണം, സഹായിക്കണം, നമ്മളെ വളരെ അനുവദിക്കണം. വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പനമ്പള്ളി നഗറിൽ സെൻട്രൽ സ്ക്വയർ പാർക്കിൻ്റെ അടുത്ത് ദ സ്പേസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ സ്റ്റോറുണ്ട്. അല്ലാതെ ഓൺലൈൻ വാങ്ങിക്കാം. ഇപ്പോൾ ഉടനെ തന്നെ വെബ്സൈറ്റ് ലോഞ്ച് ആവുന്ന ആൾക്ക്, അപ്പോൾ വെബ്സൈറ്റിൽ വാങ്ങിക്കാം. ഇപ്പം ചേട്ടന് ജാഗോറിൻ്റെ പെർഫ്യൂം ഗിഫ്റ്റ് കിട്ടി, സച്ചിൻ ചേട്ടൻ കൊടുത്തത്. അപ്പോൾ പറയാം, നിന്റെ അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറയാനെന്ന്. ആ, പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല, ചേട്ടൻ ഇതേ ഉപയോഗിക്കുള്ളൂ. ചേട്ടൻ അന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് ഉപയോഗിച്ചോ? ഞാൻ പഠിച്ചു തുടങ്ങിയതേ ഉള്ളേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വലിയ ധാരണയൊന്നുമില്ല. എൻ്റെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഠിച്ച IAS എത്തിയ പോലെ. എന്നിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് കാപ്പിയുടെ വരണം ഏറ്റവും എന്ന് പറഞ്ഞാൽ. ഞാൻ അപ്പോഴേ കാപ്പിയുടെ ഓയിൽ വാങ്ങിച്ച് കുറേ മിക്സ് ചെയ്തുകൊണ്ട് കൊടുത്തു. അന്നത്തോടെ ചേട്ടനൊരു തീരുമാനം, കോഫി ഫ്ലേവർ ഫ്രാഗ്രൻറ്റിൻ്റെ. പക്ഷേ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, സൂപ്പറായിരുന്നു അത്. പക്ഷെ എനിക്ക് തന്നെ അറിയാം, നല്ല അബദ്ധമായിരുന്നു. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് അടിച്ച് നോക്കിയിട്ട് വെച്ചു, ഈ കൂറ മണമാണ് ചേട്ടന് വേണ്ടതെന്ന്. എന്നിട്ട് വെച്ചാൽ ചേട്ടൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചേട്ടനൊന്നും പറയാൻ പറ്റത്തില്ല. ചേട്ടൻ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഓരോരുത്തർക്ക് ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയാമോ? ഇപ്പൊ ചില ഫ്രാഗ്രൻസ് ഒന്നും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യം ഇല്ലാത്തതാ. പക്ഷെ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. പലർക്കും പല ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടൻ കാപ്പിക്കുരു ഒക്കെ പച്ചക്ക് തിന്നും. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യന് ഇനി ഇതിന്റെ മണം ഇഷ്ടമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ അങ്ങനെ തന്നെ കൊണ്ട് കൊടുത്തിരുന്ന കാപ്പിയുടെ മണക്കുന്നത്. പക്ഷെ കോഫിയുടെ പെർഫ്യൂം ഉണ്ട്, ഫ്രാഗ്രന്റ് ഉണ്ട്. അല്ല, ഈ കോഫിയുടെ ഫ്രാഗ്രന്റ് വേണമെന്ന് പറയുമ്പം ആ ഒരു കഫറ്റീരിയയിലൊക്കെ ഒരു അരോമ വരത്തില്ലേ, കുറച്ചൊരു ടൊബാക്കോ വാനില ടൈപ്പ് ഉള്ളത്. അതായിരുന്നു ചേട്ടൻ ഉദ്ദേശിച്ചത്. അന്ന് എനിക്കത് അറിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മോനെ കൊണ്ട് തരുന്നതായിരിക്കും അത്. ഹല്ലേലൂയ, സ്തോത്രം.